നിങ്ങൾ എന്ത് വേണമെങ്കിലും വിശ്വസിച്ചോ, മറ്റുള്ളവരും അത് തന്നെ വിശ്വസിക്കണമെന്ന് വാശി പിടിക്കണം. നീ എന്താ ഉദ്ദേശിച്ച്? നിങ്ങൾ എന്തിനാ ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കണേ? നീ കഴിഞ്ഞ ദിവസം കൽക്കി സിനിമ കണ്ടിട്ട് വന്ന് എന്നോട് പറഞ്ഞില്ലേ ചേട്ടൻ എന്തായാലും ആ സിനിമ പോയി കാണണമെന്ന്? ഓ പറഞ്ഞു. ആ സിനിമ 3Dയിൽ നീ അങ്ങോട്ട് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ നിനക്കുണ്ടായ ആ സന്തോഷം, അതിനെക്കുറിച്ച് നിനക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ പറഞ്ഞിട്ടല്ലേ നീ അത് പ്രകടിപ്പിച്ചത്? അത് ശരിയാണ്. എനിക്ക് അടുപ്പമുള്ളവരോടൊക്കെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈശോയെ ശരിക്കും അനുഭവിച്ചവർ ആ സന്തോഷം മറ്റുള്ളവരോട് പറയുന്നതും പങ്കുവെക്കുന്നതാണ് ശരിക്കുള്ള സുവിശേഷ പ്രഘോഷണം. അപ്പം നിങ്ങളുടെ ഉദ്ദേശം മതം മാറ്റലല്ലേ? ഈ മതം മാറ്റൽ എന്നുള്ള വാക്കുകൊണ്ട് നീ എന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് നല്ലതായിട്ട് തോന്നുന്ന ഒരു കാര്യത്തിലാണ് സാധാരണ നമ്മൾ വിശ്വസിക്കുക. ഈശോയിലുള്ള വിശ്വാസമാണ് എൻ്റെ ശരിക്കുള്ള നന്മയ്ക്ക് ആവശ്യം എന്നുള്ള തിരിച്ചറിവുള്ളതുകൊണ്ടാണ് ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നത്. എൻ്റെ ചുറ്റുമുള്ളവരുടെയൊക്കെ നന്മ ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അവരോടൊക്കെ ഞാൻ ഈശോയെക്കുറിച്ച് പറയും. അവരും ആ ഈശോയുടെ സ്നേഹത്തിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ മാറണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് പ്രശ്നം. എന്ത് പ്രശ്നം? ഞാൻ നിൻ്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഈശോയെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഈശോയെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിൻ്റെ ഇഷ്ടം. അതിനുള്ള സ്വാതന്ത്ര്യം നിൽക്കില്ലേ? അതെങ്ങനെ നിർബന്ധിത മതപരിവർത്തനമാകുന്നേ? നിന്നെ മാറ്റാൻ വേണ്ടി ഒരിക്കലും ഞാൻ വാള് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയോ പണമോ സ്ഥാനമാനങ്ങളോ കാണിച്ച് പ്രലോഭിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് യഥാർത്ഥ സുവിശേഷ പ്രഘോഷണമല്ല. അങ്ങനെയാണ് എൻ്റെ സഭ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്.